എല്ലാവർക്കും ട്രിപ്പ് മാസ്റ്റർ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ എങ്ങനെയാണ് വൈറലാകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതുപോലെ ഈ ചാനൽ കൊണ്ട് ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ഗൈസ്, നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എക്സാമ്പിളായി പറയുന്നത് യൂട്യൂബിൻ്റെ കാര്യമാണ്. യൂട്യൂബിൽ മാത്രമല്ല, മറ്റ് സോഷ്യൽ മീഡിയകളിലെല്ലാം ഈ ഒരു അൽഗോരിതത്തിനെ ബേസ് ചെയ്താണ് വീഡിയോ വൈറലാകുന്നത്. അപ്പോൾ ഞാനത് ഓരോ സ്റ്റേജുകളാക്കി ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റേജിൽ ഉൾപ്പെടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ നല്ല കണ്ടൻ്റ് ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ അവതരണവും നല്ല രീതിയിലായിരിക്കണം. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് അപ്ലോഡിംഗ് ആണ്. പിന്നുള്ളത് തംബ്നെയിൽ മാക്സിമം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതി വേണം തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ. ഒരു വീഡിയോ വൈറലാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തംബ്നെയിൽ. കാരണം മറ്റുള്ളവരെ നമ്മുടെ വീഡിയോയിലേക്ക് ഏറ്റവും ആകർഷിക്കാൻ പറ്റുന്നത് ഈ തംബ്നെയിലാണ്. അതുകൊണ്ട് തംബ്നെയിൽ നല്ല ക്രിയേറ്റീവായി, നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്യുക. അടുത്ത സ്റ്റേജിലാണ് ഈ വീഡിയോയുടെ ഇത് തന്നെ മാറുന്നത്. കാരണം ഈ സ്റ്റേജിലാണ് ഈ വീഡിയോ ഇനിയും കൂടുതൽ ഇംപ്രഷൻ കൊടുക്കണോ വേണ്ടായോ എന്ന് യൂട്യൂബ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ ഉൾപ്പെടുന്നത് എന്തുവെന്ന് വെച്ചാൽ വാച്ച് ടൈമാണ്. നമ്മുടെ ഈ വീഡിയോ ഒരാൾ തംബ്നെയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ. ആ ക്ലിക്ക് ചെയ്ത ആൾ ആ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും നേരത്തെ ആ വാച്ച് ടൈം കിട്ടത്തുള്ളൂ. കിട്ടിയാൽ മാത്രമേ ആ വീഡിയോയ്ക്ക് അതിനനുസരിച്ച് ഇംപ്രഷൻസ് യൂട്യൂബ് കൊടുക്കത്തുള്ളൂ. അതാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം. ഇപ്പോൾ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 10 ഇംപ്രഷൻസ് ആണ് യൂട്യൂബ് കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ അതിലൊരു വീഡിയോ ക്ലിക്ക് ചെയ്ത് ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് യൂട്യൂബ് 15 ഇൻക്രീസ് ചെയ്യുക. 15, 20 അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയാണ് ആ വീഡിയോ. അങ്ങനെയാണ് ഒരു വീഡിയോ വൈറലാകുന്നത്. ഇതേ ഒരു രീതി തന്നെയാണ് മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളിലും വരുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും കൂടുതൽ നേരം കാണുന്നതനുസരിച്ചാണ് അതിലും വരുന്നത്. ഫേസ്ബുക്കും അതേ രീതി തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് സോഷ്യൽ മീഡിയ വൈറലാവാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.